ഹയർ സെക്കൻഡറി പരീക്ഷ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പണമില്ല. പരീക്ഷയ്ക്കുള്ള പണം സ്വയം കണ്ടെത്താൻ സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കുട്ടികൾ അടയ്ക്കുന്ന ഫീസ് ഡയറക്ടറേറ്റിലെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ടും പണമില്ലാത്തത് പരീക്ഷാ ഫീസ് വകമാറ്റിയതിനാലാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഗോപാൽ ശിലാസനൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, പരീക്ഷ എഴുതണമെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഫീസ് അടയ്ക്കുന്ന പണം അത് ഡയറക്ടറേറ്റിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, സ്കൂളുകളുടെ PD അക്കൗണ്ടുകളിലേക്കല്ല പോകുന്നത്. എന്നിട്ടും എന്തുതരം നിർദ്ദേശമാണ് ഇപ്പോൾ ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്? എന്താണ് സ്കൂളുകളുടെ പ്രതികരണം? എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ? അജിൽസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ പല തരത്തിൽ മുറുക്കുന്നു എന്നതാണ് കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഇപ്പോൾ മാർച്ചിൽ നടക്കാനിരിക്കുന്ന ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾക്കുള്ള പരീക്ഷാ ചെലവുമായി ബന്ധപ്പെട്ട വിവരം. മുൻപ് പരീക്ഷാ നടത്തിപ്പിനുള്ള ഫണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് സ്കൂളുകൾക്ക് മുൻകൂറായി അനുവദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പരീക്ഷ കഴിഞ്ഞ് അധിക തുകയുണ്ടെങ്കിൽ അത് പിന്നീട് തിരിച്ചടച്ചാൽ മതി. എന്നാൽ ഇപ്പോൾ ഒരു വിചിത്ര നിർദ്ദേശമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ചെലവിനായി സ്കൂളുകളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന PD അക്കൗണ്ടുകളിൽ നിന്നും പണം ചെലവഴിക്കണം എന്നതാണ് നിർദ്ദേശമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. ഈ പരീക്ഷാ ഫണ്ട് പിന്നീട് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് PD അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചാൽ മതി. പരീക്ഷ നടത്തിപ്പിന് വേണ്ടിയുള്ള ഡയറക്ടറേറ്റിലുള്ള ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പണമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇത്തരത്തിൽ PD അക്കൗണ്ടുകളിൽ നിന്നും പണം എടുത്ത് ചെലവാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുപരീക്ഷകൾക്കായി കുട്ടികളിൽ നിന്ന് പതിവായി ഫീസ് ഈടാക്കാറുണ്ട്. ഈ തുക ഡയറക്ടറേറ്റിലുള്ള ഈ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ, അതായത് പണമില്ല എന്ന് പറയുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഈ പണം അങ്ങോട്ടേക്ക് പോവുകയും എന്നാൽ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പരീക്ഷ നടത്തുന്നതിനുള്ള പണമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള വൈരുദ്ധ്യം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് പ്രധാനമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പരീക്ഷാ ഫീസ് വകമാറ്റി ചെലവഴിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്നും അതിന്റെ ബാധ്യത പല സ്കൂളുകളും ഏറ്റെടുക്കേണ്ടി വരുന്നുവെന്നും എപ്പോഴാണ് ഈ പണം ലഭിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് പരീക്ഷാ ഫണ്ട് അനുവദിക്കുക എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഇല്ലാതെയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PD അക്കൗണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചാൽ പിന്നീട് സ്കൂളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം PD അക്കൗണ്ടിൽ ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അത് സാമ്പത്തികമായി സ്കൂളുകൾ കൂടി ഞെരുക്കത്തിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാകും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അധ്യാപക സംഘടനകളും പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഒന്നും ലഭിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പരീക്ഷ നടത്തിപ്പിന് പോലും പണമില്ലെങ്കിൽ, അതായത് ഒരു സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ഘട്ടമാണ് പരീക്ഷ നടത്തിപ്പ്. അതും ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ സ്കൂൾ തലം അവസാനിക്കുന്ന ഘട്ടമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ പരീക്ഷ നടത്തിപ്പിന് പണമില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആ സ്ഥിതിയിലേക്ക് എത്തി എന്ന ചോദ്യം മറുവശത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് പരീക്ഷയ്ക്കുള്ള പണം കണ്ടെത്തുന്നത്. ആ പരീക്ഷാ ഫീസ് കുട്ടികൾ അടച്ചിട്ടുണ്ട്, അത് എവിടെ പോയി എന്നുള്ള ചോദ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പരീക്ഷ നടത്തിപ്പിനും പോലും ഇപ്പോൾ പണമില്ലാതെ ഡയറക്ടറേറ്റിൽ നിന്ന് ഫണ്ട് വകമാറ്റിയതിനാണ് എന്നുള്ള ആരോപണം കൂടി വരുന്നുണ്ട്. ഇതിലൊരു നിജസ്ഥിതി അറിയേണ്ടതുണ്ട്. മാത്രമല്ല പരീക്ഷ നടത്തിപ്പുമായി അത് PD അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കുകയാണെങ്കിൽ സ്കൂളുകൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന ഒരവസ്ഥ കൂടിയുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ളൊരു സാധ്യതകൾ തുറക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്.